സായിപ്രഭ പറമ്പിൽ ബസാറിന്റെ ചെറുകഥാ സമാഹാരം തേജോ മാനസം പ്രകാശനം ചെയ്തു. KP രാമനുണ്ണി പ്രകാശന കർമ്മം നിർവഹിച്ചു. പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സായിപ്രഭ പറമ്പിൽ ബസാറിന്റെ ചെറുകഥാ സമാഹാരം തേജോ മാനസം പ്രകാശനം ചെയ്തു. TBS NE ബാലകൃഷ്ണമാരാർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ KP രാമനുണ്ണി ഡോക്ടർ ശ്രീസൂര്യ തിരുവോത്തിന് നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. അപ്പ കാണുന്നതിനെ അപ്പാന്ന് വിളിക്കുന്ന ഒരു അവസ്ഥ വിശേഷം ഉണ്ട്. ഓർമ്മയില്ല, നന്ദിയില്ല. നന്ദി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭൂഷാവികാരമാണ്. നന്ദി ശരിക്കും ഭൂഷാവികാരമൊന്നുമല്ല, മനുഷ്യന്റെ സ്മരണ എന്നൊരു സിദ്ധിയുടെ പ്രകാശനമാണ് നന്ദിയിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അനിതയ്ക്ക് എഴുത്തുകാരി എന്നുള്ള എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് തന്നെ ഓർമ്മ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഓർമ്മ എന്ന സിദ്ധിയാണ് പലപ്പോഴും നമ്മളെ എഴുത്തുകാരാക്കുന്നത്. പലപ്പോഴും പല എഴുത്തുകാരും പക്ഷേ ഓർമ്മയുടെ ശേഖരമെല്ലാം എഴുത്തിന് മാത്രം ഉപയോഗിക്കാറുണ്ട്. ജീവിതത്തിൽ ഓർമ്മയെന്ന് കൊണ്ട് നടത്താറില്ല. സഹായിച്ചു വരുന്നത് ഓർക്കുന്നവർ വളരെ കുറവാണ്. പക്ഷെ അനിത സൂര്യപ്രഭ ജീവിതത്തിലും എഴുത്തിലും അത് കൊണ്ട് നടക്കുന്നു എന്നതാണ് അവരെ എഴുത്തിനെ സവിശേഷമായി ആത്മാർത്ഥതയുള്ളതാക്കി. MA ജോൺസൺ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ NE മനോഹർ, അഡ്വക്കേറ്റ് M ജയദീപ്, ബിനോയ് V, DK രാജേഷ് കുമാർ, സ്മിത ES, RK ഇരവിൽ എന്നിവർ സംസാരിച്ചു. സായിപ്രഭ പറമ്പിൽ ബസാർ മറുമൊഴി നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.